ഭൂതപ്പാട്ട്, നാടോടി കഥകളും പഴംപാട്ടും മുത്തശ്ശിമാർ കുട്ടികളുടെ കുഞ്ഞിക്കാതിൽ പകർന്നു കൊടുത്തിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അവരുടെ മനസ്സ് നിറയെ ഭാവനകളും താളങ്ങളും ഓളത്തുള്ളി നിറയും. ഇന്ന് കഥ പറയുന്ന മുത്തശ്ശി എവിടെ? കഥ കേൾക്കാൻ കുട്ടികളെവിടെ? പഴമനസ്സുകളിൽ നിന്ന് ആർജിച്ച കരുത്തും നന്മകളും കലയുടെ പുതുചലനങ്ങളും ഇടചേർത്ത് മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ടിന്റെ ഒരു ദൃശ്യാവിഷ്കാരം. ഉണ്ട കണ്ണും കൂർത്ത നഖങ്ങളും ചോര കുടിക്കുന്ന ചുണ്ടുകളുമായി ഭൂതം വരും. അതൊരു കഥയാണ്. എന്റെ ഉണ്ണിക്ക് അമ്മ അത് പറഞ്ഞു തരാട്ടോ. മാളിക പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു പാവ കൊടുക്കുന്നു. സൂക്ഷിക്കണേ, എന്റെ കുട്ടി തിരിച്ചു വരണവരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും. പച്ചപ്പടപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു. പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാപ്പോൾ തുറന്നു ഭൂതം. ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി, ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതമോരോ മനപ്പെൺകിടാവായി ഭൂതമരത്തിന്റെ ചുട്ടിലും. ഉണ്ണി,
പൊയ്ക്കോ. അതിനു മുൻപ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്ക്. മഞ്ഞക്കതിരു പൊങ്ങി വീരങ്കണത്തിലെ ചെങ്ങി എഴുതുവാൻ പോയ ഇടാവു വന്നീവിടെ പോയി നങ്ങേലിരുന്നേ ആറ്റിക്കരകളിലൂളം അവനെ വിളിക്കൂ നാളമ്മ. പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. അല്ല, അതിലൊക്കെ വലുതാ എനിക്ക് എന്റെ പൊന്നോമന. നിനക്ക് ഞാനിനെ കണ്ണാണ് പിഴുതെടുത്ത് തരാ. എനിക്ക് എന്റെ പൊന്നോമനെ തിരിച്ചു താ. തിരിച്ചു താ എന്റെ പൂതമേ. ഭൂതം ചേരൊരു മന്ത്രം ലഭിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ച ഭൂതം പാൻപോടെടുക്കുന്നു ഭൂതം. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല. ഇതല്ല എന്റെ ഉണ്ണി. പെറ്റവയറിനെ വച്ചിട്ട് പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. എന്നെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ കണ്ണുകൾ തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്. എന്നെ ശപിക്കരുത്. എന്നെ ശപിക്കരുത്. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നങ്ങേലിയാണെ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലേ അമ്മ?